ഒരാൾ ഏത് വാക്ക് ഉപയോഗിക്കുന്നു അല്ലെങ്കിൽ അതിനെ അല്ല ഞാൻ കണക്കാക്കുന്നത്. ശ്രീമാൻ സുരേഷ് ഗോപി എത്രയോ പാവങ്ങളെ സംരക്ഷിക്കുന്ന ഒരാളാണ്. എനിക്ക് ഏറെ അനുഭവങ്ങളുണ്ട്. ഞാൻ ചൂണ്ടിക്കാട്ടിയിട്ടുള്ള എത്രയോ കുട്ടികൾക്ക് പഠനത്തിന് വേണ്ടി ഞാൻ മാത്രമല്ല, പഠനത്തിന് സഹായം ചെയ്തിട്ടുണ്ട്, വീടുകൾ വെച്ച് കൊടുത്തിട്ടുണ്ട്, സ്വന്തം കയ്യിൽ നിന്ന് പൈസ എടുത്ത് ഉപയോഗിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന് ഒരു പക്ഷേ രാഷ്ട്രീയക്കാരെ പോലെ കൃത്യതയോട് കൂടിയിട്ട് വാക്കുകൾ പറയാൻ സാധിക്കുന്നുണ്ടോ എന്നുള്ള കാര്യത്തിൽ അതിനെക്കുറിച്ച് നിങ്ങളാണ് പറയേണ്ടത്, ഞാനല്ല പറയേണ്ടത്. അപ്പോൾ അദ്ദേഹം പ്രവർത്തിക്കുന്നുണ്ടോ എന്ന് നോക്കിയാൽ മതി. അദ്ദേഹം എന്താ പറഞ്ഞത്? ഞാൻ ടൂറിസത്തിൻ്റെ മന്ത്രിയാണ്, ടൂറിസം വകുപ്പ് കൈകാര്യം ചെയ്തുകൊണ്ട് ഞാൻ മുന്നോട്ട് പോകുമ്പോൾ ഏറ്റവും ടൂറിസത്തിന് സാധ്യതയുള്ള കേരളത്തിൻ്റെ വകുപ്പ് മന്ത്രി ഒരു കാര്യവും എന്നോട് ആവശ്യപ്പെടുന്നില്ല എന്നാണ് പറയുന്നത്. ആവശ്യപ്പെടേണ്ടതല്ലേ? ആവശ്യപ്പെട്ടുകൊണ്ട് ടൂറിസം സാധ്യതയ്ക്ക് വേണ്ടി ചെറുപ്പക്കാരനായ മന്ത്രിയാണ് നമുക്കുള്ളത്, നടക്കാൻ വയ്യാത്ത ആളല്ല. ആ ചെറുപ്പക്കാരനായിട്ടുള്ള ഒരു മിനിസ്റ്റർ കേന്ദ്രത്തിൻ്റെ സാധ്യതകളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ടൂറിസം മേഖലയെ സുദൃഢമാക്കണ്ടേ? ആ ചോദ്യം ചോദിക്കുന്ന സുരേഷ് ഗോപിയെ അംഗീകരിക്കണ്ടേ? ഇപ്പോൾ ടൂറിസം വകുപ്പ് കൈകാര്യം ചെയ്തുകൊണ്ട് അദ്ദേഹം പെട്രോളിയത്തിൻ്റെ മിനിസ്റ്ററുമാണ്. എന്നാൽ ആർക്കും അദ്ദേഹവുമായിട്ട് ചർച്ച ചെയ്യണ്ട എന്ന താല്പര്യം എങ്ങനെയാണ് വന്നത്? ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള NDAയുടെ മിനിസ്റ്റർ ആയതുകൊണ്ട്. ഇപ്പോൾ മറ്റൊരു മന്ത്രിയുണ്ട്, ശ്രീമാൻ ജോർജ് കുര്യൻ. ഇവിടെ എത്ര ബുദ്ധിമുട്ടുണ്ട്. ഇപ്പം ഞാൻ ഇരുന്ന് സംസാരിക്കുന്നത് കണ്ണൂരിലാണ്. ഞാൻ കഴിഞ്ഞ ദിവസം ആലപ്പുഴയിലായിരുന്നു. എല്ലാ വർഷവും അവിടെ താറാവുകളെ കൊന്നൊടുക്കുകയാണ്. അപ്പോൾ താറാവുകളെ കൊന്നൊടുക്കുന്നത് ഒരു നിസ്സാരമായ കാര്യമായിട്ടാണ് കേരളത്തിൻ്റെ വകുപ്പ് മന്ത്രിയുടെ തോന്നൽ. ആണോ? ഒരു 10 താറാവുകളെ വളർത്തിക്കൊണ്ട് അതിൽ നിന്ന് ആ മുട്ട വിറ്റ് കിട്ടുന്ന പണത്തിൽ നിന്ന് വീട്ടിൽ കഞ്ഞി വയ്ക്കുന്ന അമ്മമാരുള്ള നാടാണ് ആലപ്പുഴ, കേരളം. അങ്ങനെയുള്ള കേരളത്തിൽ എല്ലാ വർഷവും ഈ താറാവിനെ കൊലപ്പെടുത്തുന്നു. താറാവിന് രോഗമുണ്ടെന്ന് കണ്ടെത്തുന്നു. രോഗമുണ്ടെങ്കിൽ ആ രോഗത്തെ മാറ്റാനുള്ള പ്രതിരോധ മരുന്നെന്താ കണ്ടുപിടിക്കാത്തത്? നമുക്ക് സംവിധാനം വേണ്ടേ? അപ്പോൾ ചെറുതും വലുതുമായിട്ടുള്ള കാര്യങ്ങളിൽ ആമയെ കൊടുക്കുന്നത് ചെറിയ കാര്യമാണോ? ടർട്ടിൽ ടൂറിസം എന്ന് പറയുന്നത് പുരോഗമനപരമായി കേരളത്തിൽ നടന്നാൽ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള പ്രദേശങ്ങളിൽ ലോകരാജ്യങ്ങളിൽ നിന്ന് ആളുകൾ വരും. ഒരു ഉദാഹരണം ഞാൻ പറയാം. നിങ്ങൾ മാധ്യമപ്രവർത്തകർ മാറി മാറി ഓരോ ജില്ലകളിലും പണിയെടുക്കുന്ന ജോലി ചെയ്യുന്ന ആളുകളാണ്. നിങ്ങൾ പാലക്കാട് ടൗണ് കഴിഞ്ഞ് അങ്ങോട്ട് പോയാൽ പാടം, അതായത് നെൽവയൽ, വെറുതെ ഇട്ടിരിക്കുന്ന നെൽവയലിൽ ചില പ്രദേശത്ത് ആളുകൾ കുടിൽ കെട്ടിയിട്ടുണ്ട്. കുടിൽ കെട്ടിയിട്ട് അവർ ഓൺലൈനായിട്ട് അവർ നമ്പറും കാര്യങ്ങളും എല്ലാം കൊടുത്തിട്ടുണ്ട്. വലിയ തിരക്കാണ് അവിടെ. ആലത്തൂർ ഭാഗത്തുണ്ട്, നെന്മാറയിലുണ്ട്, അതുപോലെ തന്നെ കൊല്ലങ്കോടുണ്ട്. അവിടെ വന്ന് വൈകുന്നേരം കാറ്റുകൊള്ളാൻ വേണ്ടിയിട്ട് ലോകരാജ്യങ്ങളിൽ നിന്നാണ് ആളുകൾ വരുന്നത്. അപ്പോൾ ടൂറിസത്തിൻ്റെ സാധ്യതയെ ഉപയോഗപ്പെടുത്താൻ ആത്മീയ ടൂറിസം ആണെങ്കിലും നമുക്കറിയാം സാധിക്കുന്ന ഫാമിംഗ് ഇപ്പോൾ നഷ്ടമാണെന്ന് പറയുന്നുണ്ട് അല്ലേ? നെൽകൃഷി നഷ്ടമാണ്. എന്നാൽ പിന്നെ ചില പ്രദേശങ്ങളും എന്നായിരുന്നു ഞങ്ങളുടെ നേതൃത്വത്തിൻ്റെ ചിന്തയെങ്കിൽ നടക്കാൻ പറ്റാത്ത കാര്യങ്ങളും പറയാം. പക്ഷേ ശ്രീമാൻ നരേന്ദ്രമോദി പറയുന്നത് പ്രാവർത്തികമാക്കണം എന്ന് താല്പര്യമുള്ള ഒരു പ്രധാനമന്ത്രിയും ബജറ്റിൽ പറയാത്ത കാര്യങ്ങളാണ് കേരളത്തിൽ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. ബജറ്റിൽ പറയാത്ത കാര്യങ്ങൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നു എന്നുള്ളത് കൊണ്ട് ഇനിയും സമയം വൈകിട്ടില്ല. നമുക്ക് രാഷ്ട്രീയത്തിന് അതീതമായി പരിശ്രമം നടത്തണം എന്നാണ് ഈ വിഷയത്തെക്കുറിച്ച് എനിക്ക് പറയാനുള്ളത്. സ്വന്തം പ്രസ്ഥാനത്തിന് വേണ്ടി അല്ലെങ്കിൽ കൊല ചെയ്യപ്പെട്ട വ്യക്തികൾക്ക് വേണ്ടി പിരിച്ചെടുത്ത തുക പോലും അഴിമതി നടത്തുന്ന ഒരു പാർട്ടിയാണ് മാർക്സിസ്റ്റ് പാർട്ടി എന്ന് പച്ചയായിട്ട് അദ്ദേഹം കേരളത്തിൻ്റെ മുന്നിൽ വ്യക്തമായി പറയുകയും എൻ്റെ ജീവനിൽ പോലും എനിക്ക് കൊതിയില്ല എന്നുള്ള അർത്ഥത്തിൽ അദ്ദേഹം മറുപടി പറയുകയും എന്തും ഏറ്റെടുക്കാൻ ഞാൻ തയ്യാറാണ് എന്ന് പറയുകയും ചെയ്തതിന് ശേഷം അദ്ദേഹം ഒരു പുസ്തകം പുറത്തിറക്കാൻ പോവുകയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു പാർട്ടി നേതൃത്വം നൽകുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എത്ര കോടി രൂപ കേരളത്തിലെ ജനങ്ങൾക്ക് വന്നത് വകമാറി ചെലവഴിച്ചിട്ടുണ്ടാകും എന്നുള്ള ചോദ്യം കേരള രാഷ്ട്രീയം ചർച്ച ചെയ്ത് തുടങ്ങി എന്നുള്ളതാണ്. അത് വരാൻ പോകുന്ന നാളുകളിൽ അതിൻ്റെ റിഫ്ലക്ഷൻ ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. മാർക്സിസ്റ്റ് പാർട്ടിയിൽ നിന്ന് ഞങ്ങളുടെ പ്രസ്ഥാനത്തിനകത്തേക്ക് ആളുകൾ ഒഴുകി വരികയാണ്. കഴിഞ്ഞ ദിവസം പോലും ഒരു ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറായി 25 വർഷത്തോളം മാർക്സിസ്റ്റ് പാർട്ടിയിൽ പ്രവർത്തിച്ച ഒരു സഹോദരി ഞങ്ങളുടെ മെമ്പർഷിപ്പ് ഇന്നലെ ഓഫീസിൽ വന്ന് എടുത്തു കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ യഥാർത്ഥത്തിൽ എന്തിനു വേണ്ടിയാണോ ഈ പാർട്ടിക്കകത്ത് പ്രവർത്തിച്ചത് ആ സ്വത്വം നഷ്ടപ്പെടുത്തിക്കൊണ്ട് മാർക്സിസ്റ്റ് പാർട്ടി കേരളത്തിൽ മുന്നോട്ട് പോകുന്നു എന്നുള്ളത് ബോധ്യപ്പെടുന്ന ഒരു സാഹചര്യമാണ് കേരളത്തിൽ നമ്മൾ കാണുന്നത്. വിശിഷ്യ അത് കണ്ണൂരിൽ നിന്ന് അതിൻ്റെ പൊട്ടലും ചീറ്റലും തുടങ്ങിക്കഴിഞ്ഞു. ഒരു സ്വത്വബോധമില്ലാത്ത
ഒരു പ്രസ്ഥാനമായിട്ട് മാർക്സിസ്റ്റ് പാർട്ടി മാറുകയാണ്. അതിൻ്റെ റിഫ്ലക്ഷൻ ഇപ്പോൾ ഇവിടെ തന്നെ കണ്ടില്ലേ. BJPയുടെ ഒരു കൊടി കുത്താൻ സാധിക്കാത്ത പ്രദേശങ്ങളിൽ, കണ്ണൂരിൽ ഞങ്ങൾക്കിപ്പോൾ ഓരോ പ്രദേശത്തും എത്ര മെമ്പർമാരെ സൃഷ്ടിക്കാൻ സാധിച്ചു. അതെങ്ങനെ വന്നു? ഭാരതീയ ജനതാ പാർട്ടിയിലേക്ക് മറ്റൊരു ചിഹ്നത്തിൽ മത്സരിച്ച് വേറൊരു പ്രസ്ഥാനത്തിൽ വിശ്വസിച്ചിരുന്ന ഒരു വ്യക്തി ഞങ്ങളുടെ പാർട്ടിക്കകത്തേക്ക് കടന്നത്. ഇതെല്ലാം നമ്മൾ കഴിഞ്ഞ കാല കേരളം ചർച്ച ചെയ്തതാണ്. അപ്പോൾ മാറ്റം എന്തായാലും ഉണ്ടാകും. അത് ഓരോ മേഖലകളിലും നടന്നുകൊണ്ടിരിക്കുകയാണ്. കണ്ണൂരിലും അതിൻ്റെ പ്രതിഫലനമുണ്ട് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അല്ല, CPIM-ൽ നിന്ന് പ്രമുഖ നേതാക്കന്മാർ എത്താൻ വേണ്ടിയിട്ടുള്ള പരിശ്രമം നടക്കുമ്പോഴും 2 ആഴ്ച കഴിയുമ്പോൾ മാറ്റി പറയും. എനിക്കിതൊന്നും അറിയില്ലേ എന്ന് പറയുന്ന മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാരുള്ള അതീവ പരിണിതപ്രജ്ഞത രാഷ്ട്രീയത്തിലുള്ള ആളുകളുള്ള ഒരു നാടാണ് ഈ കണ്ണൂർ. വന്ന് ഷാളിട്ട് കഴിഞ്ഞിട്ട് ഇനി നമുക്ക് മാധ്യമപ്രവർത്തകർ കാണും. അതായത് അകത്ത് കയറി ഷാളിട്ട് തിരിച്ചിറങ്ങുമ്പോൾ മാത്രമേ ആ വസ്തുത സ്ഥിരീകരിക്കാൻ സംഭവിക്കും. അല്ലല്ല, ഞാനങ്ങനെ പ്രത്യേകിച്ച് ഒന്നും ഉദ്ദേശിച്ചിട്ടില്ല. അല്ല, ഇപ്പം അത് പറയാം. അതാണ് എന്നെ കൊണ്ട് പറയിപ്പിക്കാൻ ശ്രമിക്കുന്നതെന്ന് അറിയാം. അതിനെ ഞാനൊരു തമാശയായിട്ട് കരുതിയാണ്. പറയേണ്ട സമയത്തെല്ലാം തന്നെ അദ്ദേഹത്തിന് മറുപടി ഞാൻ കൊടുത്തിട്ടുണ്ട്. അല്ലല്ല, അതൊക്കെ അന്നേ ഞാൻ പറഞ്ഞല്ലോ. കാരണം ആ ഫോൺ കോളല്ലേ. ഞാനും ഒരു പുസ്തകം എഴുതുന്നുണ്ട്. ഒരു 5 കൊല്ലം കൂടി കഴിയട്ടെ. പല കാര്യങ്ങളും പൊതുസമൂഹത്തിൽ ഇതുവരെ പറയാത്ത പല കാര്യങ്ങളും 2004 ഉപതെരഞ്ഞെടുപ്പിൽ മുൻ മുഖ്യമന്ത്രി കരുണാകരൻ്റെ മകനെതിരെ മത്സരിച്ചപ്പോൾ മുതലുള്ള പല രഹസ്യങ്ങളും നമുക്കും പറയാനുണ്ട്. അപ്പം നല്ലൊരു പേരിട്ടുകൊണ്ട് നമുക്കും അങ്ങനെ ഒരു പുസ്തകം ഇറക്കാം. അല്ല, കുറേയേറെ അറിയാത്ത കാര്യങ്ങളൊക്കെ അതിലുണ്ടാവും. അല്ലല്ല, ഇപ്പോൾ ഈ ഒരു പ്രസ് കോൺഫറൻസിൽ ആവശ്യമുള്ള ചോദ്യങ്ങൾക്ക് മാത്രം ഞാൻ മറുപടി പറഞ്ഞാലും എന്നെ പോകാൻ അനുവദിക്കും എന്നുള്ള ഉറപ്പ് എനിക്കുണ്ട്. മൈനർ മിനറൽസിൽ അവകാശമുണ്ട്. ആ മൈനർ മിനറൽസ് പോലും ചൈന ക്ലേ ആവട്ടെ, അതല്ലെങ്കിൽ ഇന്ന് ഇവിടെ കാണുന്ന ഈ കമ്പനികളെല്ലാം പൂട്ടിക്കിടക്കുന്ന കമ്പനികളിൽ നമുക്ക് ആവശ്യമായിട്ടുള്ള ഉൽപ്പന്നങ്ങൾ എടുക്കാൻ സാധ്യതയുണ്ടായിട്ടും ആ മൈനർ മിനറൽസിനെ പോലും ഉപയോഗിക്കാൻ അലംഭാവം കാണിക്കുന്ന ഒരു ഗവൺമെൻറ് ഈ 3 ധാതുക്കൾ ഇത് കേന്ദ്ര ഗവൺമെൻറ്റിന് അവകാശപ്പെട്ടതാണ് എന്ന് നിയമം പാസ്സാക്കിയിട്ടുള്ള രാജ്യത്തിരുന്നു കൊണ്ട് ഇത് ഞങ്ങളുടേതാണ് എന്ന് പറയുന്നതിലെ കളവിനെക്കുറിച്ചാണ് നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത്. യൂണിയൻ്റെ തലപ്പത്തിരിക്കുന്നവർ മാത്രമല്ല, തൊഴിലാളികൾ ഉൾപ്പെടെയുള്ളവർക്ക് കുറേ നാൾ കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് ഇവർ ഉൽപ്പാദിപ്പിക്കുന്ന ഈ ഉൽപ്പന്നം പോകുന്നത് അന്താരാഷ്ട്ര മാർക്കറ്റിലേക്കാണ്. അല്ല, അതിൻ്റെ പേരിൽ പ്രാദേശികമായിട്ട് ജനങ്ങൾ ഒരുമിച്ച് കൂടി. അറിയാം, എല്ലാവരും അന്നത്തെ ആ കേസ് അവിടെ നിന്ന് കൊടുത്ത അവിടുത്തെ യൂണിയൻ തൊഴിലാളികളും അവിടുത്തെ ജോലി ചെയ്തിരുന്ന ആളുകളും ചേർന്നുകൊണ്ട് കൊടുത്ത പരാതിയുടെ അടിസ്ഥാനത്തിൽ ഒരു വിജിലൻസ് എൻക്വയറിക്ക് വിട്ടു. ആ വിജിലൻസ് എൻക്വയറി അന്ന് നടപ്പിലാക്കാൻ വേണ്ടി രംഗത്ത് വന്ന ആ റിപ്പോർട്ട് പോലും കേരളത്തിൻ്റെ മുൻപാകെ വരികയോ അല്ലെങ്കിൽ ജനങ്ങളുടെ മുൻപാകെ വയ്ക്കുകയോ ചെയ്തിട്ടില്ല. പുറത്തേക്ക് കാണിച്ചത് എന്താണ്? അവിടെ തൊഴിലാളികൾ എല്ലാവരും ചേർന്നുകൊണ്ട് അവിടുത്തെ മനുഷ്യർ ഖനനത്തിനെതിരായി വന്നതുകൊണ്ടാണ് ഇത് പൂട്ടിക്കെട്ടിപ്പോയത് എന്നായിരുന്നു. CBI എൻക്വയറി വന്നല്ലോ. അതായത് കേന്ദ്ര ധാതു മൈനർ ധാതുവാക്കി കൊണ്ടുപോകുന്നു എന്നതിൻ്റെ പേരിൽ എൻക്വയറി നടത്തപ്പെട്ടപ്പോൾ UPA ഗവൺമെൻറ്റിൻ്റെ സമയത്ത് 2011-നും 2012-നും ഇടയിൽ ഇതിൻ്റെ അപകട സാധ്യത മനസ്സിലാക്കിയപ്പോൾ അവരുൾപ്പെടെയുള്ളവർ ചേർന്നുകൊണ്ടാണ് അവിടെ അത്തരത്തിലുള്ള ഒരു സാഹചര്യം ക്രിയേറ്റ് ചെയ്ത്. അവിടെ സമരം നടന്നപ്പോൾ ആ പ്രദേശം സന്ദർശിച്ച ഒരു വ്യക്തി കൂടിയാണ് ഞാൻ. അപ്പോൾ അവിടെ ജനങ്ങൾ സമരത്തിന് വരുന്നത് എന്തുകൊണ്ടാണ്? യാതൊരു ഉപയോഗവും ആ പ്രദേശത്തെ ജനങ്ങൾക്ക് അതുമായിട്ടില്ല. ഒരു തൊഴിൽ പോലും അവിടുത്തെ ഒരു ജനത്തിന്, ഒരു സാധാരണപ്പെട്ട ഒരു കുടുംബത്തിന് ഒരു തൊഴിൽ പോലും കൊടുക്കുന്നില്ല. അവിടെ നിന്ന് കിട്ടുന്ന കോടിക്കണക്കിന് രൂപ ആരാ കൈകാര്യം ചെയ്യുന്നത്? എവിടേക്കാണ് വന്നത്? ഇതിനെക്കുറിച്ചായിരുന്നു അന്നത്തെ മുഖ്യമന്ത്രിക്ക് കൊടുത്ത പരാതി, വ്യവസായ വകുപ്പിന് കൊടുത്ത പരാതി. അതിൻ്റെയും ഡോക്യുമെൻ്റ് ആവശ്യം വരികയാണെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും പേഴ്സണലായിട്ട് അയച്ചു തരുന്നതാണ്. അന്നത്തെ അന്വേഷണ കമ്മീഷന് വേണ്ടി വെച്ച സെക്രട്ടറിയുടെ പേരുൾപ്പെടെ അവർ നടത്തിയിട്ടുള്ള അന്വേഷണത്തിൻ്റെ കോപ്പി ഉൾപ്പെടെ ഞാൻ തരാം. പക്ഷേ അത് മൊബൈലിലാണ്, പ്രിൻ്റ് എടുത്തതിന് ശേഷം ഞാൻ തരും. സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ അധീനതയിലുള്ള
മൈനർ മിനറൽസിൻ്റെ സാധ്യതകളെപ്പോലും ഉപയോഗപ്പെടുത്താൻ സാധിക്കാതെ 11ഓളം വരുന്ന വിശാലമായ അടിസ്ഥാനത്തിലുള്ള ഇപ്പോൾ ഓട് നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന ക്ലേ നമ്മുടെ നാട്ടിൽ എടുക്കാൻ സാധ്യതയുള്ള സ്ഥലങ്ങളും അങ്ങനെയുള്ള കമ്പനികളും എല്ലാം നിലനിന്നിരുന്ന കേരളത്തിൽ അതെല്ലാം പൂട്ടിച്ചതാരാണ്? അതെല്ലാം പൂട്ടിക്കാൻ നേതൃത്വം കൊടുക്കുന്നതും സമരത്തിന് നേതൃത്വം കൊടുക്കുന്നതും മാർക്സിസ്റ്റ് പാർട്ടിയാണ്. അവിടുത്തെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഒരു പോയിന്റ് എന്ന് പറയുന്നത് എന്താണ്? അവർ ബഹുരാഷ്ട്ര കുത്തകയ്ക്കെതിരാണ്. ആരാ ബഹുരാഷ്ട്ര കുത്തക? അവരുദ്ദേശിക്കുന്ന ബഹുരാഷ്ട്ര കുത്തക എന്ന് പറയുന്നത് ഇപ്പോൾ അവർക്ക് ഉത്തരം പറയാൻ പറ്റാത്ത സാഹചര്യത്തിലെത്തിയിരിക്കുകയാണ്. കാരണം ഏറ്റവും വലിയ പണച്ചാക്കുകളെയാണ് രഹസ്യമായിട്ട് തലോടിക്കൊണ്ട് അവരെ സഹായിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നത്. ഇവിടെ പൊതുമേഖലാ സ്ഥാപനവും പ്രവർത്തിക്കണം, സ്വകാര്യ മുതലാളിമാരും വേണം. എന്നാൽ ആ സ്വകാര്യ മുതലാളി ഒരു ധാതു കൈവശം വെക്കുന്നത് നിലനിൽക്കുന്ന നിയമത്തിനനുസരിച്ച് കൊണ്ടായിരിക്കണമെന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. കേന്ദ്ര ഗവൺമെൻറ് പ്രഖ്യാപിച്ച കാര്യം, കേന്ദ്ര ഗവൺമെൻറ്റിൽ അതായത് ശ്രീമാൻ നരേന്ദ്രമോദി ഭാരതീയ ജനതാ പാർട്ടിയിൽ വിശ്വസിക്കുന്ന ഒരു പ്രധാനമന്ത്രിയാണ്. യോഗി ആദിത്യനാഥ് ഉത്തർപ്രദേശിലെ മുഖ്യമന്ത്രി BJPയിൽ വിശ്വസിക്കുന്ന ഒരു മുഖ്യമന്ത്രിയാണ്. എന്നാൽ യോഗി ആദിത്യനാഥിൻ്റെ സംസ്ഥാനത്തുള്ള ഏതെങ്കിലും ഒരു ഉൽപ്പന്നം അല്ലെങ്കിൽ അസംസ്കൃത വസ്തു അത് കേന്ദ്രത്തിന് അവകാശപ്പെട്ടതാണെങ്കിൽ കേന്ദ്ര നിയമം പാലിച്ചേ പറ്റൂ എന്നുള്ളതാണ്. ആ കേന്ദ്രത്തിൻ്റെ നിയമം കേരളത്തിന് ബാധകമായേ പറ്റൂ എന്നുള്ളത് സൂചന നൽകി എന്ന് മാത്രമേ ഉള്ളൂ. അതിന് പ്രത്യേകിച്ച് വ്യവസായ വകുപ്പ് മന്ത്രി മിസ്റ്റർ രാജീവനോ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിക്കോ പ്രത്യേകിച്ച് അതിൽ ഒരു ഒഴിവ് കഴിവും ഉണ്ടാകില്ല എന്നാണ് നമ്മൾ സൂചിപ്പിച്ചത്. 2 ഉദാഹരണങ്ങൾ ഞാൻ പറയാം. അതായത് കേരളത്തിൽ ജീവിക്കുന്ന മുസ്ലിം സഹോദരന്മാരോട് എന്തു പറഞ്ഞു ഈ ഗവൺമെൻറ് പറഞ്ഞത്? പൗരത്വ നിയമം നമ്മുടെ നാട്ടിൽ നടപ്പിലാക്കി കഴിഞ്ഞാൽ പല മുസ്ലിം സുഹൃത്തുക്കൾക്കും കേരളം വിട്ടു പോകേണ്ടി വരും എന്ന് ചർച്ച നടത്തിയില്ലേ? എത്ര സെമിനാർ സംഘടിപ്പിച്ചു, എത്ര പൊതുയോഗങ്ങളിൽ മൈക്ക് കെട്ടി പ്രസംഗിച്ചു, എത്ര ആളുകൾ ഭയപ്പെട്ടു. അതായത് അറിവില്ലാത്ത സാധാരണക്കാരായിട്ടുള്ള വയസ്സായിട്ടുള്ള ആളുകൾ എന്നോട് എത്രയോ ആളുകൾ ചോദിച്ചു, നിങ്ങൾ ഈ രാജ്യം ഭരിച്ച് മുന്നോട്ട് പോകുന്നത് ഞങ്ങളെ പുറത്താക്കാൻ വേണ്ടിയിട്ടാണോ എന്ന് എത്രയോ നല്ല മനുഷ്യർ ചോദിച്ചു. അപ്പോൾ പൗരത്വ നിയമം എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്ത് എല്ലാവർക്കും വേണ്ടി കൊണ്ടുവന്ന ഒരു നിയമത്തെ മുസ്ലിം ജനസാമാന്യത്തിനെതിരായിട്ട് ഭാരതീയ ജനതാ പാർട്ടി പ്രവർത്തിക്കുന്നു എന്നുള്ള ഒരു കണ്ടന്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവർ പരിശ്രമം നടത്തിയത്. അപ്പോൾ അതിനുവേണ്ടി അവർ നിയമസഭയിൽ ഏകീകരിക്കപ്പെട്ടു. കോൺഗ്രസും മാർക്സിസ്റ്റ് പാർട്ടിയും ഒന്നായി. ഇതുപോലെ ഒരു ഭീകരവാദത്തിൻ്റെ വിഷയം ചർച്ച ചെയ്യുമ്പോൾ ഭീകരത എന്ന് പറയുന്നത് എതിർക്കപ്പെടേണ്ടതാണ്. പകരം അതിനെന്ത് ചെയ്യുന്നു? അവർ കൊടുക്കുന്ന നരേഷൻ എന്ന് പറയുന്നത് ഇത് ഞങ്ങൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കേരളം ഭരിക്കുന്നത് കൊണ്ട് കേന്ദ്രം ഇങ്ങനെ ചെയ്യുന്നു എന്നുള്ള ഒരു നരേഷൻ സൃഷ്ടിക്കാൻ വേണ്ടിയിട്ട് കേരള ഗവൺമെൻറ് പരിശ്രമിക്കുകയാണ്. അത് വേണ്ട എന്നാണ് പറയുന്നത്. കാരണം അന്ന് നടന്നതുപോലെ ഇന്ന് നടക്കില്ല ഈക്കാർ വിശ്വസിക്കുന്ന പ്രത്യയശാസ്ത്രങ്ങളാണ്. എന്നാൽ തനത് കേരളത്തിൻ്റെ വികസനം എന്ന് പറയുന്ന സമയത്ത് ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു. ആ മീറ്റിങ്ങിൽ മാധ്യമപ്രവർത്തകർ 25 വർഷവും 30 വർഷവും പ്രവർത്തിച്ച മാധ്യമരംഗത്തെ വളരെ അഗ്രേസരന്മാരായിട്ടുള്ള ആളുകൾ ഇരിക്കുന്ന ഒരു മീറ്റിംഗ്, ചേംബർ ഓഫ് കൊമേഴ്സിൻ്റെ ആളുകൾ ഇരിക്കുന്ന ഒരു മീറ്റിംഗ്, അതിനകത്ത് വിളിച്ചു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അല്ല, ഞാൻ കരുതുന്നത്, ഞാൻ കേട്ടിട്ടില്ല. ഞാൻ പറയുന്നത് ഒരാൾ ഏത് വാക്ക് ഉപയോഗിക്കുന്നു അല്ലെങ്കിൽ അതിനെ അല്ല ഞാൻ കണക്കാക്കുന്നത്. ശ്രീമാൻ സുരേഷ് ഗോപി എത്രയോ പാവങ്ങളെ സംരക്ഷിക്കുന്ന ഒരാളാണ്. എനിക്ക് ഏറെ അനുഭവങ്ങളുണ്ട്. ഞാൻ ചൂണ്ടിക്കാട്ടിയിട്ടുള്ള എത്രയോ കുട്ടികൾക്ക് പഠനത്തിന് വേണ്ടി ഞാൻ മാത്രമല്ല, പഠനത്തിന് സഹായം ചെയ്തിട്ടുണ്ട്, വീടുകൾ വെച്ച് കൊടുത്തിട്ടുണ്ട്, സ്വന്തം കയ്യിൽ നിന്ന് പൈസ എടുത്ത് ഉപയോഗിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന് ഒരു പക്ഷേ രാഷ്ട്രീയക്കാരെ പോലെ കൃത്യതയോടുകൂടിയിട്ട് വാക്കുകൾ പറയാൻ സാധിക്കുന്നുണ്ടോ എന്നുള്ള കാര്യത്തിൽ അതിനെക്കുറിച്ച് നിങ്ങളാണ് പറയേണ്ടത്, ഞാനല്ല പറയേണ്ടത്. അപ്പോൾ അദ്ദേഹം പ്രവർത്തിക്കുന്നുണ്ടോ എന്ന് നോക്കിയാൽ മതി. അദ്ദേഹം എന്താ പറഞ്ഞത്? ഞാൻ ടൂറിസത്തിൻ്റെ മന്ത്രിയാണ്, ടൂറിസം വകുപ്പ് കൈകാര്യം ചെയ്തുകൊണ്ട് ഞാൻ മുന്നോട്ട് പോകുമ്പോൾ ഏറ്റവും ടൂറിസത്തിന് സാധ്യതയുള്ള കേരളത്തിൻ്റെ വകുപ്പ് മന്ത്രി ഒരു കാര്യവും എന്നോട് ആവശ്യപ്പെടുന്നില്ല എന്നാണ് പറയുന്നത്. ആവശ്യപ്പെടേണ്ടതല്ലേ? ആവശ്യപ്പെട്ടുകൊണ്ട് ടൂറിസം സാധ്യതയ്ക്ക് വേണ്ടി ചെറുപ്പക്കാരനായ മന്ത്രിയാണ് നമുക്കുള്ളത്, നടക്കാൻ വയ്യാത്ത ആളല്ല. ആ ചെറുപ്പക്കാരനായിട്ടുള്ള ഒരു മിനിസ്റ്റർ കേന്ദ്രത്തിൻ്റെ സാധ്യതകളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ടൂറിസം മേഖലയെ സുദൃഢമാക്കണ്ടേ? ആ ചോദ്യം ചോദിക്കുന്ന സുരേഷ് ഗോപിയെ അംഗീകരിക്കണ്ടേ? ഇപ്പോൾ ടൂറിസം വകുപ്പ് കൈകാര്യം ചെയ്തുകൊണ്ട് അദ്ദേഹം പെട്രോളിയത്തിൻ്റെ മിനിസ്റ്ററുമാണ്. എന്നാൽ ആർക്കും അദ്ദേഹവുമായിട്ട് ചർച്ച ചെയ്യണ്ട എന്ന് താല്പര്യം എങ്ങനെയാണ് വന്നത്? ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള NDAയുടെ മിനിസ്റ്റർ ആയതുകൊണ്ട്. ഇപ്പോൾ മറ്റൊരു മന്ത്രിയുണ്ട്, ശ്രീമാൻ ജോർജ് കുര്യൻ.
ഇവിടെ എത്ര ബുദ്ധിമുട്ടുണ്ട്. ഇപ്പം ഞാൻ ഇരുന്ന് സംസാരിക്കുന്നത് കണ്ണൂരിലാണ്. ഞാൻ കഴിഞ്ഞ ദിവസം ആലപ്പുഴയിലായിരുന്നു. എല്ലാ വർഷവും അവിടെ താറാവുകളെ കൊന്നൊടുക്കുകയാണ്. അപ്പോൾ താറാവുകളെ കൊന്നൊടുക്കുന്നത് ഒരു നിസ്സാരമായ കാര്യമായിട്ടാണ് കേരളത്തിൻ്റെ വകുപ്പ് മന്ത്രിയുടെ തോന്നൽ. ആണോ? ഒരു 10 താറാവുകളെ വളർത്തിക്കൊണ്ട് അതിൽ നിന്ന് ആ മുട്ട വിറ്റ് കിട്ടുന്ന പണത്തിൽ നിന്ന് വീട്ടിൽ കഞ്ഞി വയ്ക്കുന്ന അമ്മമാരുള്ള നാടാണ് ആലപ്പുഴ, കേരളം. അങ്ങനെയുള്ള കേരളത്തിൽ എല്ലാ വർഷവും ഈ താറാവിനെ കൊലപ്പെടുത്തുന്നു. താറാവിന് രോഗമുണ്ടെന്ന് കണ്ടെത്തുന്നു. രോഗമുണ്ടെങ്കിൽ ആ രോഗത്തെ മാറ്റാനുള്ള പ്രതിരോധ മരുന്നെന്താ കണ്ടുപിടിക്കാത്തത്? നമുക്ക് സംവിധാനം വേണ്ടേ? അപ്പോൾ ചെറുതും വലുതുമായിട്ടുള്ള കാര്യങ്ങളിൽ ആമയെ കൊടുക്കുന്നത് ചെറിയ കാര്യമാണോ? ടർട്ടിൽ ടൂറിസം എന്ന് പറയുന്നത് പുരോഗമനപരമായി കേരളത്തിൽ നടന്നാൽ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള പ്രദേശങ്ങളിൽ ലോകരാജ്യങ്ങളിൽ നിന്ന് ആളുകൾ വരും. ഒരു ഉദാഹരണം ഞാൻ പറയാം. നിങ്ങൾ മാധ്യമപ്രവർത്തകർ മാറി മാറി ഓരോ ജില്ലകളിലും പണിയെടുക്കുന്ന ജോലി ചെയ്യുന്ന ആളുകളാണ്. നിങ്ങൾ പാലക്കാട്, അതായത് പാലക്കാട് ടൗണ് കഴിഞ്ഞ് അങ്ങോട്ട് പോയാൽ പാടം, അതായത് നെൽവയൽ, വെറുതെ ഇട്ടിരിക്കുന്ന നെൽവയലിൽ ചില പ്രദേശത്ത് ആളുകൾ കുടിൽ കെട്ടിയിട്ടുണ്ട്. കുടിൽ കെട്ടിയിട്ട് അവർ ഓൺലൈനായിട്ട് അവർ നമ്പറും കാര്യങ്ങളും എല്ലാം കൊടുത്തിട്ടുണ്ട്. വലിയ തിരക്കാണ് അവിടെ. ആലത്തൂർ ഭാഗത്തുണ്ട്, നെന്മാറയിലുണ്ട്, അതുപോലെ തന്നെ കൊല്ലങ്കോടുണ്ട്. അവിടെ വന്ന് വൈകുന്നേരം കാറ്റുകൊള്ളാൻ വേണ്ടിയിട്ട് ലോകരാജ്യങ്ങളിൽ നിന്നാണ് ആളുകൾ വരുന്നത്. അപ്പോൾ ടൂറിസത്തിൻ്റെ സാധ്യതയെ ഉപയോഗപ്പെടുത്താൻ ആത്മീയ ടൂറിസം ആണെങ്കിലും നമുക്കറിയാം സാധിക്കുന്ന ഫാമിംഗ് ഇപ്പോൾ നഷ്ടമാണെന്ന് പറയുന്നുണ്ട് അല്ലേ? നെൽകൃഷി നഷ്ടമാണ്. എന്നാൽ പിന്നെ ചില പ്രദേശങ്ങളും എന്നായിരുന്നു ഞങ്ങളുടെ നേതൃത്വത്തിൻ്റെ ചിന്തയെങ്കിൽ നടക്കാൻ പറ്റാത്ത കാര്യങ്ങളും പറയാം. പക്ഷേ ശ്രീമാൻ നരേന്ദ്രമോദി പറയുന്നത് പ്രാവർത്തികമാക്കണം എന്ന് താല്പര്യമുള്ള ഒരു പ്രധാനമന്ത്രിയും ബജറ്റിൽ പറയാത്ത കാര്യങ്ങളാണ് കേരളത്തിൽ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. ബജറ്റിൽ പറയാത്ത കാര്യങ്ങൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നു എന്നുള്ളത് കൊണ്ട് ഇനിയും സമയം വൈകിട്ടില്ല. നമുക്ക് രാഷ്ട്രീയത്തിന് അതീതമായി പരിശ്രമം നടത്തണം എന്നാണ് ഈ വിഷയത്തെക്കുറിച്ച് എനിക്ക് പറയാനുള്ളത്. കാരണം സൂചന കൊടുക്കുമ്പോൾ തന്നെ മാർക്സിസ്റ്റ് പാർട്ടിക്കകത്ത് പരക്കം പാച്ചിൽ തുടങ്ങും. അപ്പോൾ വരാൻ നിൽക്കുന്നവരൊക്കെ വരട്ടെ, വന്നതിന് ശേഷം മാധ്യമ സുഹൃത്തുക്കൾക്ക് കാണാമല്ലോ. അത് ദിവ്യയെ മാർക്സിസ്റ്റ് പാർട്ടിക്ക് വേണ്ട എന്ന് തോന്നിയിട്ടുണ്ടാവും. പി ദിവ്യ എന്ന് പറയുന്നത് നമ്മളൊക്കെ കഴിഞ്ഞ സമയത്ത് ചർച്ച ചെയ്ത വ്യക്തിയല്ലേ. അതായത് ഒരു മനുഷ്യനെ നാവുകൊണ്ട് അറുത്തറുത്ത് കൊലപ്പെടുത്തിയ, അതിനുശേഷം എത്രയോ ചർച്ചകൾ നടന്ന അവരുടെ പാർട്ടിയിലുള്ളവർ തന്നെ, ഞാൻ അങ്ങനെയാണ് കരുതുന്നത്. ഞാനിപ്പോൾ ജില്ലാ അധ്യക്ഷനോട് ഇരിക്കുന്നുണ്ട്, അത് കൂടുതൽ ആധികാരികമായിട്ട് അദ്ദേഹത്തിനെ പറയാൻ സാധിക്കൂ. അല്ല, ഞങ്ങളെ സംബന്ധിച്ച് പ്രത്യയശാസ്ത്ര പ്രതിബദ്ധത എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനമാണ്. അപ്പോൾ ഞങ്ങൾ ആഗ്രഹിക്കുന്നത് ഒരു പരിധി വരെ രാഷ്ട്രീയ പ്രവർത്തനം നടത്തി ആ രാഷ്ട്രീയ പ്രവർത്തനത്തിൽ വിജയിച്ച് ജനങ്ങളുടെ മുന്നിൽ കഴിവും പ്രാപ്തിയും ഒക്കെ തെളിയിച്ച് എത്രയോ ആളുകൾ വരാനുണ്ട്. ഞങ്ങൾ ആവശ്യപ്പെട്ടിരുന്നു, അതായത് കേന്ദ്രത്തിൻ്റെ ആരോഗ്യവകുപ്പ് മന്ത്രി പറഞ്ഞു ഉചിതമായ സമയത്ത് ഉചിതമായ സ്ഥലത്ത് കേരളത്തിന് വേണ്ടി എയിംസ് നൽകും എന്ന് അദ്ദേഹം പറയാൻ കാരണം എന്താണ്? അതിനെക്കുറിച്ച് പരിശോധന കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് നടക്കുന്നുണ്ട്. കൊടുത്ത സ്ഥലം മാത്രമല്ല, അവർക്ക് അവരുടേതായിട്ടുള്ള സംവിധാനമുണ്ട്. അത് പരിശോധിക്കാനും മനസ്സിലാക്കാനും എല്ലാം അവരുടെ സംവിധാനങ്ങൾ പ്രവർത്തിക്കും. അത് കിട്ടുകയില്ല എന്ന് ആരും പറഞ്ഞിട്ടില്ല. എയിംസും കിട്ടും, നമുക്ക് അതിവേഗ പാതയും കിട്ടും. കഴിഞ്ഞ ദിവസം എനിക്കൊരു സ്ലിപ്പ് ഓഫ് ടങ് സംഭവിച്ചു. 46 മില്യൺ ആളുകൾ ഉപയോഗപ്പെടുത്തുന്ന ഡൽഹി മീററ്റ് റെയിൽവേയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഞാൻ സംസാരിക്കുമ്പോൾ ഞാനത് കോടി എന്നുള്ള കണക്കിൽ പറയുകയും അത് മനോരമ തമാശ രൂപേണയാണെങ്കിലും കാണിക്കുകയും എന്നെ തിരുത്തുകയും ചെയ്തതിൽ ഞാൻ സന്തോഷം പ്രകടിപ്പിക്കുകയാണ്. സ്പീഡായിട്ട് കാര്യങ്ങൾ അല്ലല്ല, അതിന് സ്റ്റഡി വേണമെന്നാണ് പറയുന്നത്. നമ്മൾ പറഞ്ഞ എന്താണ്, ഇവർ കൊടുത്ത പ്രൊജക്റ്റ് എന്ന് പറയുന്നത് RRTS ആണ്. RRTS കൊടുത്തപ്പോൾ RRTSന് ഉപയുക്തമാകുന്ന ജനസംഖ്യയല്ല നമ്മുടെ കേരളത്തിലുള്ളത് എന്നാണ് പറഞ്ഞത്. അതുകൊണ്ടാണ് ശ്രീധരൻ സാറ് പറഞ്ഞ അതിവേഗ പാതയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു ചർച്ചയ്ക്ക് കേരള ഗവൺമെൻറ് എന്തുകൊണ്ട് അവർക്ക് അവരുടെ ഈ അഹന്തയൊന്ന് കളഞ്ഞ് നമ്മളെക്കാൾ എത്രയോ കൂടുതൽ അറിവുള്ളവരാണ്, രാഷ്ട്രീയക്കാരേക്കാൾ എത്രയോ കൂടുതൽ അറിവുള്ളവരല്ലേ അതത് മേഖലയിലെ ടെക്നോളജിസ്റ്റുകൾ. അപ്പോൾ റെയിൽവേ മേഖലയിൽ ഇത്രയേറെ അവാർഡുകൾ നേടിയിട്ടുള്ള, ഇത്ര കഴിവും പ്രാപ്തിയുമുള്ള, ഈ വയസ്സിലും നാടിനു വേണ്ടി ഇനിയും പണിയെടുക്കണം എന്ന ആഗ്രഹമുള്ള ഒരു പ്രൊജക്റ്റിന് വേണ്ടി കൊടുത്ത കോടികൾ അത് ബാക്കി ഗവൺമെൻറ്റിലേക്ക് തിരിച്ചു കൊടുത്തിട്ടുള്ള ധർമ്മിഷ്ഠനായിട്ടുള്ള ഒരു മനുഷ്യൻ ശ്രീമാൻ മെട്രോ ശ്രീധരൻ, അദ്ദേഹവുമായി ചേർന്നിരുന്നു കൊണ്ട് കേരളത്തിൻ്റെ ഗവൺമെൻറ്
ഒരുമിച്ച് ചേർന്ന് നമുക്ക് അതിവേഗ പാത കേരളത്തിൻ്റെ ജനസംഖ്യാ ക്രമത്തിനനുസരിച്ചും നമ്മുടെ യാത്രാ ആവശ്യങ്ങൾക്കനുസരിച്ചും ചർച്ച ചെയ്തുകൊണ്ട് നേടിയെടുക്കണം എന്നാണ് ആ വിഷയത്തിൽ ഞങ്ങളുടെ അഭിപ്രായം. ഗവൺമെൻറ് കൊടുത്ത RRTS പദ്ധതിയും ശ്രീധരൻ സാറ് കൊടുത്ത പദ്ധതിയും ആനയും ആടും അത്രയും വലിയ വ്യത്യാസമുണ്ട്. അപ്പം അത് എപ്പോഴും ഒരു സംസ്ഥാനത്തേക്ക് ഒരു പദ്ധതി കൊടുക്കുന്ന സമയത്ത് കേന്ദ്രത്തിന് ആഴത്തിൽ പഠിക്കേണ്ടതുണ്ട്. പഠിച്ചത് ഇംപ്ലിമെൻ്റ് ചെയ്യണം. അതിന് സമയം പിടിക്കുമെന്നാണ് പറഞ്ഞത്. കൊടുത്തത് മാത്രവുമല്ല, അവിടെ ശാസ്ത്രീയമായിട്ട് അതിനകത്തുള്ള ചില കാര്യങ്ങൾ, തെറ്റുകൾ ചൂണ്ടിക്കാണിക്കുകയുണ്ടായി. ശ്രീമാൻ KV തോമസ് മറുപടി പറയുമ്പോൾ പറഞ്ഞത്, ഇനിയും കേരള ഗവൺമെൻറ്റിന് ഇതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ അറിയിക്കാമല്ലോ എന്നാണ് പറഞ്ഞത്. അതിനർത്ഥം അറിയിച്ചത് പോരാ എന്നാണല്ലോ. അല്ലെങ്കിൽ അദ്ദേഹം പറയുമായിരുന്നു, ഞങ്ങൾ 4 പ്രദേശങ്ങൾ കൊടുത്തു, 4 കാര്യങ്ങൾ ഞങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്തിട്ടും കേന്ദ്രം അവഗണിച്ചു എന്നല്ല അദ്ദേഹം മറുപടി പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞു, ഒരു സ്ഥലം കൊടുത്തു എന്ന് അദ്ദേഹം സമ്മതിച്ചു, എന്നാൽ ഇനിയും കൂടുതൽ കാര്യങ്ങൾ കേരളം വേണമെങ്കിൽ ചെയ്യാം, കേന്ദ്രം തീർച്ചയായിട്ടും കേരളത്തെ അവഗണിക്കാൻ പാടില്ല. അത് രാഷ്ട്രീയമായിട്ട് അദ്ദേഹം പറയുമല്ലോ, കാരണം അദ്ദേഹം വേറൊരു പാർട്ടിക്കാരനാണ്. എന്നിരുന്നാൽ പോലും അദ്ദേഹം പറഞ്ഞ മറുപടിയിൽ കേരളം ചെയ്തത് പൂർണ്ണമല്ല എന്നുള്ള രീതിയിലാണ് അദ്ദേഹം പൊതുജനങ്ങൾ കേൾക്കെ പറഞ്ഞത്. കുറ്റപ്പെടുത്താനുള്ള താല്പര്യമുള്ള ഒരു പാർട്ടിയല്ല, അല്ലെങ്കിൽ ഒരു ഭരണകൂടമല്ല ഞങ്ങളുടേത്. പാർട്ടിയല്ല, ഭരണകൂടമല്ല ഞങ്ങളുടേത്. ഇവിടെ ആരും ചോദിച്ചതല്ല. ഞാൻ അത് പറയുന്നത് ശരിയാണോ എന്ന് പോലും എനിക്കറിയില്ല. മഹിളാ മോർച്ചയുടെ സംസ്ഥാന അധ്യക്ഷ എന്നുള്ള രീതിയിൽ എനിക്ക് വളരെയേറെ ആത്മബന്ധമുണ്ടായിരുന്ന ഒരാളായിരുന്നു ശ്രീമതി സ്മൃതി ഇറാനി. അപ്പം ശ്രീമതി സ്മൃതി ഇറാനിയെ ഞങ്ങൾക്കൊരു IIT-യുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആഗ്രഹമുണ്ട് എന്ന് പാലക്കാടിലെ MP രാജേഷ് പറയുന്നതിന് മുൻപ്, ഇന്നത്തെ മന്ത്രി അന്നത്തെ MP രാജേഷ് പറയുന്നതിന് മുൻപ് വീട്ടിൽ പോയിരുന്ന് ചർച്ച നടത്തിയപ്പോൾ ഞാൻ ചോദിച്ചു, ഇത് മാധ്യമ സുഹൃത്തുക്കളെ വീട്ടിലേക്ക് വിളിക്കാമോ? അപ്പോൾ നേതാവ് പറഞ്ഞ എന്താണെന്നറിയുമോ? നമുക്ക് ഓരോ പദ്ധതികളും കൊടുക്കുന്നത് പരിഗണനയിൽ വരുത്തി കൊടുത്തതിന് ശേഷം മാധ്യമപ്രവർത്തകർ റിപ്പോർട്ട് ചെയ്യട്ടെ എന്നാണ് അവർ പറഞ്ഞത്. അവിടെ നമുക്ക് IIT പാലക്കാട് കിട്ടിയതിൻ്റെ അവകാശം, അല്ലെങ്കിൽ ചോദിച്ചതിൻ്റെ അവകാശം ആര് വേണമെങ്കിലും ഏറ്റെടുത്തോട്ടെ, അത് വിഷയമല്ല. പക്ഷേ പ്രശ്നം, ആ IIT-ക്ക് പോലും മറ്റു സംസ്ഥാനങ്ങളിലുള്ളതുപോലെ ഗവൺമെൻറ്റിന് സ്ഥലം ഏറ്റെടുക്കാനോ സ്വന്തമായിട്ടുള്ള സ്ഥലം കാണിച്ചു കൊടുക്കാനോ സാധിക്കാത്ത ഒരു സംസ്ഥാന ഗവൺമെൻറ്റാണ്. അപ്പോൾ കുറ്റപ്പെടുത്താതിരിക്കുക എങ്ങനെയാണ്? അപ്പോൾ തീർച്ചയായിട്ടും ചെയ്യേണ്ടത്, എൻ്റെ ഒരു അഭിപ്രായം, മാധ്യമപ്രവർത്തകരാണല്ലോ ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ ചോദിക്കാൻ താല്പര്യമുള്ളവർ. അപ്പോൾ മാധ്യമപ്രവർത്തകരിലെ ആളുകളെ കൂടി സെലക്ട് ചെയ്തുകൊണ്ട് എല്ലാ രാഷ്ട്രീയ പാർട്ടിയിലെയും ആളുകളെ പങ്കെടുപ്പിച്ചുകൊണ്ട് എന്തുകൊണ്ട് സുതാര്യമായി എയിംസിനെ കുറിച്ചുള്ള ഒരു ചർച്ച നടത്തിക്കൂടാ? ഞങ്ങൾ ഇന്ന കാര്യം ചെയ്തു നിർത്തി, ഇവിടെ നിന്ന് നമുക്ക് വീണ്ടും തുടങ്ങണം എന്നെന്തുകൊണ്ട് പറഞ്ഞുകൂടാ? നമ്മുടെ കേരളത്തിന് വേണ്ടി നമുക്ക് അങ്ങനെ ഒന്ന് ശ്രമിച്ചാൽ എന്താണ്? ഒരു വ്യത്യസ്തത പുലർത്തിക്കൂടെ എയിംസിൻ്റെ കാര്യത്തിൽ? രോഗികൾക്ക് എത്തിപ്പെടാൻ സാധിക്കുന്ന ഒരു സ്ഥലം, മറ്റു മെഡിക്കൽ കോളേജ് സംവിധാനങ്ങൾ ഇല്ലാത്ത ഒരു സ്ഥലം, ഏറ്റവും കൂടുതൽ ദരിദ്രരായിട്ടുള്ള വ്യക്തികൾ ഉൾക്കൊള്ളുന്ന ഒരു സ്ഥലം, ശസ്ത്രക്രിയകൾ ചെയ്യാൻ വേണ്ടിയിട്ട് കയ്യിൽ പണമില്ലാത്തവരുടെ കൂടുതൽ ആളുകൾ എത്തിപ്പെടാൻ സാധിക്കുന്ന ഒരു സ്ഥലം, അങ്ങനെയുള്ള ഒരു സ്ഥലം സെലക്ട് ചെയ്ത് കൊടുക്കുകയും അത് കേരളത്തിന് വേണ്ടി നേടിയെടുക്കുകയും വേണം എന്നുള്ള ഒരു ആഗ്രഹം മാത്രമേ എനിക്ക് ഈ വിഷയത്തെക്കുറിച്ചുള്ളൂ. അല്ല, വ്യക്തതയോട് കൂടിയിട്ടുള്ള ഒരു സ്ഥലം അല്ലല്ല. നോക്കൂ, BJPയെ സംബന്ധിച്ച് BJPയുടെ ആഗ്രഹം എന്ന് പറയുന്നത് കേരളത്തിൽ എയിംസ് ഉചിതമായ സ്ഥലത്ത് വരിക എന്നുള്ളതാണ്. അവിടെ ശ്രീമാൻ സുരേഷ് ഗോപി പറഞ്ഞു, അല്ലെങ്കിൽ ശ്രീ രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു, അല്ലെങ്കിൽ ഇനി മത്സരിക്കാൻ എനിക്ക് ആഗ്രഹമുള്ള ഏതെങ്കിലും ഒരു മണ്ഡലം ഉണ്ടെങ്കിൽ അവിടെ ഞാൻ പറഞ്ഞു, അല്ലെങ്കിൽ വേറൊരാൾ പറഞ്ഞു. ഇതല്ല അതിൻ്റെ മാനദണ്ഡം എന്ന് പറയുന്നത് നമുക്ക് എയിംസ് കിട്ടണം. എയിംസ് കിട്ടാൻ ഏറ്റവും യോഗ്യതയുള്ള ഒരു സ്ഥലം കണ്ടെത്താൻ, അതിനാവശ്യമായിട്ടുള്ള ചർച്ചകൾ സംഘടിപ്പിക്കുക, അത് കൃത്യതയോടുകൂടി പേപ്പർ കൊടുക്കുക, ആ പേപ്പറിൻ്റെ കോപ്പി ജനസമക്ഷത്ത് വയ്ക്കുക എന്നുള്ളതാണ്. ഹെൽപ്പ് എന്തായാലും 2 കേന്ദ്രമന്ത്രിമാരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകും. നമ്മുടെ രാജ്യസഭാ മെമ്പർ ഒരാളുണ്ട്, കണ്ണൂർക്കാരനാണ്, അദ്ദേഹവും അതിനു വേണ്ടിയിട്ട് പരിശ്രമിക്കും. സമ്മതിച്ചാലും സമ്മതിച്ചില്ലെങ്കിലും കേരളത്തിന് എയിംസ് കൊടുക്കുക എന്നുള്ളത് അത് നമ്മളെല്ലാവരും ഒരുമിച്ച് ചേർന്നുകൊണ്ട് ചെയ്യേണ്ട ഒരു കടമയാണ്. അത് ചെയ്തേ പറ്റൂ. ഉചിതമായിട്ടുള്ള സ്ഥലത്തെക്കുറിച്ചുള്ള ഒരു ജനങ്ങൾ അറിയണം. എന്ത് പേപ്പറാണ് കൊടുത്തത്? മോദിജിയുടെ അരികിൽ ഇടതുഭാഗത്ത് ഇരുന്നുകൊണ്ട് കാര്യമുണ്ടോ? അല്ലെങ്കിൽ വലതുഭാഗത്ത് ഇരുന്നുകൊണ്ട് കാര്യമില്ല. പേപ്പർ വേണം. ധനകാര്യ വകുപ്പ് മന്ത്രിയോട് കണക്ക് ചോദിക്കുമ്പോൾ കോമയില്ലാതെ, പൂജ്യമില്ലാതെ അങ്ങനെ കണക്ക് കൊടുത്തിട്ട് കാര്യമില്ല.
കൃത്യതയോടുകൂടി കാര്യങ്ങൾ കൈകാര്യം ചെയ്താൽ നമുക്ക് വികസനത്തിൻ്റെ പാതയിൽ മുന്നോട്ട് പോകാൻ സാധിക്കും. കേരളം വികസിക്കപ്പെടേണ്ടത് തന്നെയാണ്. അന്ധമായിട്ടുള്ള രാഷ്ട്രീയത്തിലൂടെ, വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിലൂടെ കേരളത്തെ ഛിന്നഭിന്നമാക്കാൻ അനുവദിക്കില്ല എന്നുള്ളതാണ് ഭാരതീയ ജനതാ പാർട്ടിയുടെ സ്റ്റാൻഡ്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.